ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എലഗൻസ് വിത്ത് പെർഫെക്ഷൻ. ആഭരണങ്ങളുടെയും കോസ്മെറ്റിക്സിന്റെയും വലിയ കളക്ഷൻ. ഗ്രാൻഡ് ലേഡീസ് ഹബ്, 3 പീടിക. ഇനി വിവാഹം ഇന്റിമേറ്റ് മാട്രിമോണിയിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ, വിവാഹം വരെ സർവീസ്. ഇന്നും ഇഷ്ടങ്ങൾക്കൊപ്പം ഇന്റിമേറ്റ് മാട്രിമോണി, ബ്യൂട്ടിഫൈയിങ് യുവർ ലൈഫ്. ദൈവവിഗ്രഹങ്ങൾക്ക് അനുയോജ്യമായ ഉടയാടകൾക്കും ആഭരണങ്ങൾക്കും മഹാദേവ ക്രിയേഷൻസ്, ഓപ്പോസിറ്റ് വെണ്ണിക്കൽ ശിവക്ഷേത്രം, കൂത്തുകുളം, വലപ്പാട്. തീരദേശത്ത് അപൂർവമായി വിളയുന്ന കംബോഡിയൻ മുന്തിരി നട്ടുവളർത്തി ശ്രദ്ധേയനാവുകയാണ് കയ്പമംഗലം കാക്കാത്തിരുത്തി ബദർപള്ളിക്ക് കിഴക്ക് കറുപ്പം വീട്ടിൽ അബ്ദുൾ നാസർ. വീട്ടുമുറ്റത്തും മട്ടുപ്പാവിലുമായി വിവിധയിനം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കൃഷി ചെയ്യുന്ന നാസറിന്റെ മുന്തിരിത്തോട്ടത്തിലെത്തിയാൽ ഇപ്പോൾ കാണാനാകുന്നത് നിറയെ മുന്തിരിക്കുലകളാണ്. പെരുമ്പാവൂരിൽ നിന്ന് വാങ്ങിയ 2 കംബോഡിയൻ മുന്തിരി തൈകളാണ് നാസർ വീട്ടുമുറ്റത്ത് നട്ടത്. ഇത് കംബോഡിയൻ മുന്തിരി പെരുമ്പാവൂർ ആ ഭാഗത്തു നിന്നൊരു നഴ്സറിയിൽ നിന്ന് 2 തൈ കൊണ്ടുവന്നു. അപ്പോൾ അതിലൊരു തൈ ഇവിടെ 2 തൈ വെച്ചിട്ടുണ്ട്, ഒരെണ്ണപ്പുറത്തും കായ്ച്ചു നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് വെച്ച് 1 വർഷത്തോളം അതിനെ പരിപാലിച്ച് നല്ല രീതിയിൽ വളം കൊടുത്ത് ചാണകപ്പൊടി എല്ലുപൊടിയും ഇട്ട് നല്ല രീതിയിൽ വളർത്തി പന്തൽ നല്ല സ്ട്രോങ് ആയിട്ട് പന്തലൊക്കെ ഇട്ട് വീടിൻ്റെ ടെറസിൻ്റെ മേലാണ് ഇത് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് പന്തലിച്ച് 1 കൊല്ലം കഴിഞ്ഞിട്ടും കായ്ച്ചേരുന്നില്ല. ഉദ്ദേശം ഒരു കൊലയിൽ ഒരു 1000-ൽ പുറത്ത് മുന്തിരികൾ ഉണ്ടാവും. വലിയ സാധാരണ മുന്തിരി വിട്ടിട്ട് ഒരു സ്വല്പം ചെറുപ്പമായിരിക്കും, കാരണം ഇത് തിങ്ങി നിറക്കുന്നുണ്ട്. ഇതുപോലെ കൊലകൊലായി നിൽക്കും. ഇനി ഇത് കൂടുതൽ ഒരുപാട് വലുപ്പം വെക്കാൻ ചാൻസ് ഇല്ല ഇത്. എന്നാൽ 1 വർഷത്തോളം കഴിഞ്ഞിട്ടും തൈകളിൽ കായ്ഫലമുണ്ടായില്ല. ഇതിനിടെ ചെടി ഉണങ്ങിപ്പോവുകയും ചെയ്തു. കൃഷി അവസാനിച്ചെന്ന് കരുതിയിരിക്കെയാണ് ഉണങ്ങിയ ചെടിയിൽ നിന്ന് ഏകദേശം 5 മാസം മുൻപ് പുതിയ തളിരുകൾ പൊട്ടി വന്നത്. പിന്നീട് അതിവേഗം വളർന്ന വള്ളി മട്ടുപാവിലേക്ക് പടർന്ന പന്തലായി. ഇപ്പോൾ വള്ളിയിൽ നിറയെ മുന്തിരിക്കുലകൾ കായ്ച്ചു നിൽക്കുകയാണ്. ഓരോ കുലയിലും 1000-ലധികം മുന്തിരികളാണ് ഉള്ളത്. നിലവിൽ കായകൾ വളർച്ചയുടെ ഘട്ടത്തിലാണെന്നും ഏകദേശം 1 മാസം കൂടി കഴിഞ്ഞാൽ വിളവെടുപ്പിന് പാകമാകുമെന്നും നാസർ പറയുന്നു. 1 വർഷം കഴിഞ്ഞിട്ടും കായ്ക്കാണ്ടായപ്പോൾ ഞാൻ ഡ്രൂൺ ചെയ്ത് ഫുള്ള് ഇലകളും കഴിഞ്ഞ് മെയിൻ തണ്ടുമെന്ന് വരുന്ന ശിഖരങ്ങൾ ഒക്കെ കട്ട് ചെയ്ത് കളഞ്ഞ്, എന്നിട്ട് പിന്നെ വെയിറ്റ് ചെയ്തപ്പോഴും പിന്നെ പുതിയ ശിഖരങ്ങൾ വന്ന് പിന്നെ അതുപോലെ പഴയതുപോലെ പന്തലിച്ച്. അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പോഴും കായ്ക്കുന്നു, അപ്പോഴും കായ്ച്ചില്ല. പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോൾ ഇലകൾ ഒരു പഴുത്ത് കൊഴിയാൻ തുടങ്ങി. ലാസ്റ്റ് തണ്ടുകൾ മാത്രമായി, തണ്ടുകളും കുറേ കഴിഞ്ഞപ്പോൾ ഉണങ്ങി. ലാസ്റ്റ് എന്താ പറയുക, മണ്ണ് വരെ താഴ്ഭാഗം കട വരെ മൊത്തമായിട്ടാണ് ഉണങ്ങിപ്പോയി. അപ്പം മാനസികമായിട്ട് അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരുപാട് റിസ്ക് എടുത്ത് കൊണ്ടുവന്നൊരു തൈ അതിൻ്റെ പേരിൽ എനിക്ക് ഒരു ഇതുപോലെ തന്നെ 2 തൈയും ഒരേപോലെ തന്നെ അപ്പുറത്ത് വെച്ച തൈയും അനിയം വെച്ചിട്ടുണ്ട് അപ്പുറത്തും, അതും സെയിം തന്നെയാണ്, ഒരേപോലെ 2 നശിച്ചു പോയി. ഇതിന് മുൻപ് ഒരു തൈ വെച്ച സ്ഥലത്ത് നിന്ന് ഒരു പുതിയൊരു തൈ മുളച്ച് വന്ന് അതുമെന്ന് ഈ കാണുന്ന ഫസ്റ്റ് ഒരു 6 അടി ആയപ്പോഴേക്കും ഫസ്റ്റ് ഫ്ലവറിങ് ഉണ്ടായി. അങ്ങനെ ഒരു 12 ഫ്ലവറിങ് കഴിഞ്ഞിട്ടാണ് ഫസ്റ്റ് ലീഫ് വരുന്നത്. പിന്നെ അവിടെ നിന്ന് ചുരുങ്ങിയത് ഇപ്പോൾ ഒരു 10-50ഓളം മുന്തിരി കൊലകൾ ഉദ്ദേശിപ്പുണ്ട് ഇവിടെ. പിന്നെ ഫ്ലവറിങ്ങും ഉണ്ട്. അങ്ങനെ പല സ്റ്റേജിലായിട്ടാണ് നിൽക്കുന്നത്. കൃഷിയോടുള്ള താല്പര്യമാണ് നാസറിനെ വ്യത്യസ്ത പഴവർഗ്ഗങ്ങൾ പരീക്ഷിക്കാൻ പ്രേരിപ്പിക്കുന്നത്. വെറും 4 സെന്റ് പുരയിടത്തിൽ 100ഓളം പഴവർഗ്ഗ ചെടികളാണ് നാസർ പരിപാലിക്കുന്നത്. വിവിധയിനം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും വീട്ടുവളപ്പിൽ തന്നെ കൃഷി ചെയ്ത് മികച്ച വിളവ് നേടുന്ന നാസറിന്റെ കൃഷിരീതി നാട്ടുകാരിലും കൗതുകമുണർത്തുന്നുണ്ട്. മുന്തിരിക്കൊപ്പം വിദേശ പഴവർഗ്ഗങ്ങളോടും നാസറിന് പ്രത്യേക താൽപ്പര്യമുണ്ട്. സഹോദരൻ അബ്ദുൽ ഹക്കീമും സുഹൃത്ത് മുഹമ്മദ് റാഫിയും ചേർന്ന് കർണാടകയിൽ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയും നടത്തുന്നുണ്ട്. വീട്ടുവളപ്പിലെ ചെറിയ ഇടം പോലും ഫലപ്രദമായി ഉപയോഗപ്പെടുത്തി വ്യത്യസ്ത കൃഷിരീതികൾ പരീക്ഷിക്കുന്ന നാസറിന്റെ കൃഷിയിടം തീരദേശത്തെ കർഷകർക്ക് വേറിട്ട മാതൃകയാവുകയാണ്. കർഷക ദിനത്തിൽ മികച്ച കർഷകനുള്ള അവാർഡ് നൽകി ഗ്രാമപഞ്ചായത്ത് നാസറിനെ ആദരിച്ചിരുന്നു. ഓഫറുകളുടെ പെരുമഴ നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ. എല്ലാ ബ്രാൻഡഡ് സ്മാർട്ട് ഫോണുകൾ ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ, കൂടെ 0% EMI ആൻഡ് ക്യാഷ് ബാക്ക് ഓഫർ, ലോൺ ഫെസിലിറ്റിയും എക്സ്ചേഞ്ച് സൗകര്യവും. വേൾഡ് ക്ലാസ് ബ്രാൻഡ്സ് വിത്ത് ലേറ്റസ്റ്റ് മോഡൽസ്. തിരഞ്ഞെടുക്കുവാൻ ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ, ഓതറൈസ്ഡ് ടെക്നീഷ്യൻസ്, ലൈവ് സർവീസ് സെന്റർ, ബോട്ട്, സീബ്രോനെക്സ്, ടാർഗറ്റ് തുടങ്ങിയ പ്രമുഖ ആക്സസറീസുകളുടെ ഓതറൈസ്ഡ് ഡീലർ. സലാല മൊബൈൽസ്, 3 പീടിക, യുവർ സ്മാർട്ട് ഫോൺ പാർട്ട്ണർ.